കുറേ ദിവസം കൊണ്ട് ആലോചിക്കണം ഒരു യാത്ര പോകണമെന്ന്. അപ്പം അങ്ങനെ ഇന്നൊരു യാത്ര പോവുകയാണ് പൂവാറുള്ള ഗോഗോലാൻഡിലേക്ക്. ഈ ഗോഗോലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലം അധികം ദൂരമൊന്നുമല്ല. നമ്മുടെ തിരുവനന്തപുരത്ത് ബാലരാമപുരം എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞതിന് ശേഷം പൂവാർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, കാഞ്ഞിരപ്പുറം പൂവാർ. അപ്പം അവിടെയാണ് ഈ ഗോഗോലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലം വരും. അപ്പം ഞാനൊരു ട്രിവാൻഡ്രം സെൻട്രൽ ആയതുകൊണ്ട് എനിക്ക് ഒരു മണിക്കൂർ യാത്ര ഉണ്ടാവുള്ളൂ. അപ്പൊ നേരെ നമ്മൾ ഗോഗോലാൻഡ് എന്നൊരു കോമ്പൗണ്ട് കണ്ടായിരുന്നു. അപ്പൊ ആ കോമ്പൗണ്ടില് അങ്ങനെ കൊള്ളാം, നല്ല രസമുണ്ട്. പക്ഷെ അവിടെ നോക്കിയപ്പോൾ മനസ്സിലായി അവിടെ നല്ല ശരിക്കും നമ്മൾ എത്തിയിരിക്കുന്ന ഡെസ്റ്റിനേഷൻ ഇതിന്റെ ഉള്ളിൽ വേറെ സ്ഥലമുണ്ട്, അതിന് കുറച്ചകത്തോട്ട് നടക്കണമെന്ന് മനസ്സിലായി. അങ്ങനെ നടന്ന് 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 കുറച്ച് സ്ഥലം ഇങ്ങനെ കണ്ട് 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 കുറച്ച് ചെറിയൊരു പാർക്കിംഗ് ഏരിയ ആണത്. തിരിഞ്ഞു നോക്കിയ സമയത്താണ് മനസ്സിലായത് വള്ളത്തിലാണ് നമ്മൾ പോണത്. അവിടെ കുറെ ഇങ്ങനെ വള്ളങ്ങളൊക്കെ അടിക്കട്ടൊക്കെ കണ്ടപ്പോ ശരിക്കും വള്ളത്തിലല്ല പോകേണ്ടിയിരുന്നത്, ചെറിയ ആ, യന്ത്രം വെച്ചിട്ടുള്ള ബോട്ടുകളുണ്ട്, ഇതേപോലെ പാസഞ്ചേഴ്സ്. അപ്പൊ അങ്ങനെ അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് 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 വന്ന് ബോട്ട് വന്ന് ബോട്ടിൽ സീറ്റ് കിട്ടി, അങ്ങനെ ബോട്ടിൽ ഇരിക്കുകയായിരുന്നു. പിന്നെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് 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 പോസ്റ്റ് ഒന്നുമില്ല, ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. അവിടെ കുറച്ച് ചേട്ടന്മാര് ചൂണ്ടയൊക്കെ ഇടുന്നുണ്ട്, അതൊക്കെ കണ്ട് ഇങ്ങനെ രസിച്ച് വന്ന് 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 ഒരു 5 മിനിറ്റ് യാത്ര ഉണ്ടായുള്ളൂ. നോക്കിയപ്പോഴത്തേനും റൈറ്റ് സൈഡിൽ കണ്ടു ഗോപാലാൻ എന്നൊരു ബോർഡും ഒരു എൻട്രൻസ്. പിന്നെ നമ്മൾ ഇതാണ് എത്തിയ സ്ഥലം. അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് നടക്കാനുണ്ടായിരുന്നു. അപ്പൊ യാത്ര കുറച്ച് ലാഗ് വരും. ഇടയ്ക്ക് ചാമ്പക്കൊക്കെ കഴിച്ച് അമ്മ കൊണ്ട് വന്ന് അതൊക്കെ കഴിച്ച് 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 ഇവിടുത്തെ ചെറിയ സ്ഥലങ്ങളൊക്കെ കണ്ട് കണ്ട് ഒരു 5 മിനിറ്റോളം യാത്രയുണ്ട്. നമ്മൾ പോകുന്നത് ഒരു ചെറിയ ഒരു പാലം പോലെ സെറ്റപ്പ് വഴിയാണ്, കുറച്ചു ദൂരമുണ്ട്. അതിൽ കൊള്ളാം, വളരെ മനോഹരമായ കാഴ്ചകളാണ്. കുറച്ച് ലാഗുണ്ട്, കുറച്ചിങ്ങനെ നമ്മൾ നടക്കാനുണ്ട് അത്യാവശ്യം. നടന്ന് നടന്ന് അങ്ങോട്ട് പോയി നോക്കട്ടെ. അങ്ങനെ നമ്മൾ നടന്ന് 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 ഗോകുലന്റെ എൻട്രൻസ് കണ്ട് അവിടുന്ന് എന്തൊരു ജ്യൂസ് കിട്ടി, പൊടി കലക്കിയത്. അപ്പൊ നമ്മളിപ്പോ കാണുന്നതാണ് ഗോകുലന്റെ എൻട്രൻസ്. അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 10 മിനിറ്റ് എടുത്തു. അപ്പോഴത്തേനും തന്നെ കയ്യില് ടാഗ് കിട്ടി, ഇവിടുത്തെ പേരൊക്കെ എഴുതിയ ടിക്കറ്റ് ബുക്ക് ചെയ്തതിൻ്റെ ആണ്. ഓൾമോസ്റ്റ് 980 രൂപ റേഞ്ച് ആണുള്ളത്. അങ്ങനെ ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്ത് ഡ്രസ്സ് മാറാൻ പോയി. റൂമൊക്കെ കിട്ടി, ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. പിന്നെ ഇവിടെ കുറച്ച് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അതൊക്കെ ഒന്ന് കാണാൻ പോണം. അപ്പം നമുക്ക് എന്തായാലും നോക്കാം. ഇപ്പം ഇവിടെ നടന്ന് 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 വന്ന് ഇവിടുത്തെ കുഴപ്പമില്ലൊരു ഗാർഡൻ സെറ്റപ്പ് ഒക്കെ ആണ്. വലിയ സെറ്റപ്പ് ഒന്നല്ല, ഒരു ചെറിയൊരു പ്ലോട്ട് അല്ലെങ്കിൽ ഒരു ഏക്കർ സ്ഥലം, അതിനകത്തുള്ളൊരു കുറച്ച് സംഭവങ്ങളാണ്. നടന്ന് പോകുന്ന വഴി കുഴപ്പമില്ല, കൊള്ളാം, നല്ല വൈബുണ്ട്. ഞാൻ പിന്നെ ഒറ്റയ്ക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു പോയി. ഇവിടെ ഈ ചാടി കളിക്കുന്ന സംഭവം കൊച്ചു പിള്ളേർക്കുള്ളതെന്ന് തോന്നും, പക്ഷെ അല്ല. ഞാനങ്ങനെ കാളയ്ക്ക് മണ്ടയ്ക്ക് കയറി കുറെ നേരം പിടിച്ചു നിൽക്കാൻ നോക്കി, പക്ഷെ എന്നെ അവന്മാര് തള്ളിയിട്ടു. എൻ്റെ കൈ ഭയങ്കരമായിട്ട് പെയിൻ എടുത്ത് ഞാൻ അതിനെ വിട്ട് മരണം ഞാൻ സമ്മതിച്ചു കൊടുത്തു. തോൽവി സമ്മതിച്ച് ഞാൻ തോറ്റുപോയി രാജേട്ടാ. അങ്ങനെ അവിടെ നിന്ന് എണീറ്റ് കൈയൊക്കെ തട്ടിയെടുത്ത് തളർന്ന് ചത്ത് അടുത്ത സംഭവം എന്താ നോക്കാൻ വേണ്ടി പിന്നെ കണ്ട റോപ്പ് സൈക്ലിംഗ് ആണ്. അപ്പൊ ഞാനും അതിൽ കയറാന്ന് കരുതി. എന്തായാലും ഞാനും അങ്ങനെ സൈക്കിളിൽ കയറി നമ്മുടെ റോപ്പിന്റെ ലോക്കൊക്കെ ഇട്ട് അങ്ങനെ സൈക്കിൾ റോപ്പിൽ കൂടെ ചവിട്ടി 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 പോകാൻ തീരുമാനിച്ചു. ചവിട്ടുകാരൻ നല്ല രസമുണ്ട്, കാറ്റൊക്കെ ഉണ്ട്. പിന്നെ ചെറിയൊരു സംഭവം അത്രേ ഉള്ളൂ, ജസ്റ്റ് ഒരു 3-4 മീറ്റർ അത്രേ ഉള്ളൂ. അത് വന്ന് ടാറ്റയൊക്കെ കൊടുത്ത് തിരിച്ചവിടെ നിന്ന് ഇറങ്ങി. അയ്യോ കുറെ നാൾക്ക് സൈക്കിൾ വിട്ട് എന്റെ ക്ഷീണം കാലിനുണ്ടായിരുന്നു. അത് നടന്ന് നടന്ന് അടുത്ത സംഭവം നോക്കി. അടുത്ത് കണ്ടത് ആണ് സിപ്പ് ലൈൻ. അതും കൊള്ളാം. സിപ്പ് ലൈനിൽ കയറാൻ വേണ്ടി കയറി സിപ്പ് ലൈൻ വഴി പോയി. അതും കുറച്ച് ദൂരമേ ഉള്ളൂ, കൊള്ളായിരുന്നു. ഇങ്ങനെ പാട്ടൊക്കെ കേട്ടു. വേറെ കാര്യം, ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒത്തിരി മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പം ഒരിടത്തും നമുക്ക് സമാധാനമായിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല ഒന്നും. അങ്ങനെ കണ്ട് കണ്ട് അടുത്ത് എന്താ ഉള്ള നോക്കാൻ പോയ സമയം കുറച്ചേ ഉള്ളൂ, ലൊക്കേഷൻ ചെറുതാണ്. അങ്ങനെ അടുത്ത്
കുറച്ച് ടാസ്കുകൾ ഉണ്ടായിരുന്നു, ഒരു 5-6ഓളം ടാസ്കുകൾ. അത് ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ അത് ചെയ്യുന്നിടത്തോട്ട് അങ്ങോട്ട് പോയി. കുറച്ച് ടാസ്ക്കാണ്, ഇങ്ങനെ ഇതുവഴി ഇങ്ങനെ കറങ്ങി അതുവഴി പോയി. അപ്പൊ എന്തായാലും അതെങ്ങനെയുണ്ടെന്ന് നോക്കാം. അങ്ങനെ അതിസാഹസികമായിട്ട് ടാസ്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് വളർന്ന് ചത്ത്. അയ്യോ, അങ്ങനെ ഞാൻ ഇനി എന്താ ചെയ്യാനുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് അവിടെ ആ ചേട്ടന്മാരടുത്തൊക്കെ ചോദിച്ചു എന്താ സംഭവം എന്നൊക്കെ. അപ്പോൾ ഇവിടെ ഇത്രേ ഉള്ളൂ, പിന്നെ ബാക്കിയുള്ളതൊക്കെ സ്പെഷ്യൽ പേയ്മെന്റ് ചെയ്യണം, എന്തോ മഡ് റൈസിങ്ങോ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും എൻ്റെ ടാസ്ക് കഴിഞ്ഞത്തോടെ ക്ഷീണിച്ച് എന്തായാലും ഇനി അടുത്ത പരിപാടി എന്താണെന്ന് നോക്കാം. ഇവിടെ കൂടെയാണ് ഞാൻ ഇത്ര നേരം പോയത്. അങ്ങനെ കണ്ടപ്പോ അടുത്ത് അവിടെ മസാജിങ്, എന്തോ സ്പാ ഫിഷിങ്, അങ്ങനെ എന്തോ ഒരു സംഭവം കണ്ടു. അങ്ങനെ പിന്നെ ഞാൻ സ്പാ ഫിഷിങ് കാലങ്ങോട്ട് വെള്ളത്തിൽ ഇറക്കി വെച്ചെടുത്തു. മീനുകൾ ഇങ്ങനെ കൊത്തി 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 അങ്ങനെ രസമുണ്ട്. പെട്ടെന്ന് സമയം പോയി. കുറച്ചു നേരം കഴിഞ്ഞു. പിന്നെ പിന്നെ അവിടെ ഒരു ക്ലൈംബിങ്ങിന്റെ ഒരു സംഭവം ഉണ്ട് അടുത്ത്, അത് കൂടെ ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. അത് കയറാൻ ശ്രമിച്ചു, എന്നെ കൊണ്ട് പറ്റില്ല. കാരണം എൻ്റെ കാല് വയ്യ, പവർ കൊടുക്കാൻ പറ്റില്ല. ആക്സിഡന്റ് ഒക്കെ കഴിഞ്ഞിട്ട് എനിക്കൊന്ന് ചവിട്ടി പുഷ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. തോലി സമ്മതിച്ചു കൊടുത്തു, എന്തായാലും എന്നെ കൊണ്ട് പറ്റില്ല. പിന്നെ എപ്പോഴും ശ്രമിക്കാം കയ്യിൽ. അങ്ങനെ ഇവിടുത്തെ ഓൾമോസ്റ്റ് ചെയ്യേണ്ട സംഭവങ്ങളൊക്കെ ചെയ്തു, ഫ്രീ ആയിട്ടുള്ള. പിന്നെ പേയ്മെന്റ് കൊടുത്തിട്ടുള്ള സംഭവമുള്ള. അപ്പൊ എന്തായാലും ഉച്ചയായി, വിശപ്പുണ്ട്. ഇവിടെ ബിരിയാണി കിട്ടുമെന്ന് പറഞ്ഞ, അപ്പൊ എന്തായാലും ബിരിയാണി കഴിച്ചിട്ട് വരാം. കൊള്ളാം, നല്ല സൂപ്പർ ബിരിയാണി, നല്ല വലിയ വലിയ പീസൊക്കെ കിട്ടി. എന്തായാലും കഴിച്ചിട്ട് വരാം. അങ്ങനെ ഫുഡ് കഴിച്ചപ്പോൾ പിന്നെ ഒരു ഐസ്ക്രീം കിട്ടി. ഐസ്ക്രീമും കൂടെ അങ്ങോട്ട് കീച്ചി. ഇനി എന്താ പ്ലാൻ എന്ന് നോക്കിയപ്പോൾ ഇനി വെള്ളത്തിൽ കളിക്കാം. അപ്പൊ ഇനി വെള്ളത്തില് ഉള്ള കളികൾ കാണാം. സേഫ് ആയിട്ടുള്ള പൂൾസും കാര്യങ്ങളാണുള്ളത്. ഡാൻസിങ്, റെയിൻ ഡാൻസിങ്, പിന്നെ കുറച്ച് വാട്ടർ റൈഡ്സ് കൊച്ചു പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവിടെ മുതുക്കനായിട്ടുള്ള ഞാനും അതിന്റെ കൂടെ കൂടി. അങ്ങനെ അവിടെ വെള്ളത്തിലൊക്കെ ചാടി കുറച്ച് അവിടുത്തെ എന്റർടൈൻമെന്റും കാര്യങ്ങളൊക്കെ. പിന്നെ ഫോണ് നനയാണ്ട് സൂക്ഷിച്ച് അതുകൊണ്ട് ബാക്കി വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റി. അങ്ങനെ അവരെ കൂടെ ഞാൻ എൻജോയ് ചെയ്തു. അപ്പൊ നമുക്കിനി വെള്ളത്തിലുള്ള കളികൾ കാണാൻ കുറച്ച് നേരം. അത് കഴിഞ്ഞ് ഇതും കൂടെ ഉള്ളൂ, ഇനി ഒരു ഓൾമോസ്റ്റ് ഒരു 1 hourത്തെ കാര്യം കൂടെ ഉള്ളൂ, അപ്പോഴത്തേനും പോകാനുള്ള പ്ലാനാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഡാൻസും തുള്ളലൊക്കെ പ്ലാൻ. പിന്നെ ഇവിടെ പാട്ട് വന്നു, ഡാൻസ് കളിച്ചു. നല്ല അടിപൊളി പാട്ടുകൾ, സിനിമാ പാട്ടുകളൊക്കെയാണ് ബാക്ക്ഗ്രൗണ്ട്. അതിട്ട് കഴിഞ്ഞാൽ കോപ്പി റൈറ്റ് ഇഷ്യൂ വരും എന്നുള്ളത് കൊണ്ട് മാത്രം അതിടാണ്ട് ഞാൻ അതിൻ്റെ കൂടെ തുള്ളി തുള്ളി തുള്ളി. ഒറ്റയ്ക്കാണെങ്കിൽ തുള്ളലിനൊരു കുറവില്ലല്ലോ, ആരൊക്കെ കിട്ടിയവരെ കൂടെ ഒക്കെ തുള്ളി തുള്ളി പിള്ളേർക്ക് കളിക്കുന്ന സംഭവത്തിലൂടെ ഒക്കെ കളിച്ച് ബഹളമൊക്കെ ഉണ്ടാക്കി
അങ്ങനെ അവിടെ എൻജോയ്. മുളയിൽ പണിത കൂടാരം, പിന്നെ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക തരത്തിലുള്ള സംഭവങ്ങളുണ്ട്. ഞാനത് കാണിച്ചു തരാം. വേണ്ട, ഇതാ മുളയിൽ പണിത കൂടാരം. ചെളിയുടെ സ്മെല്ല്. ഇതൊക്കെ പൊടിഞ്ഞിരിക്കുകയാണ് കേട്ടോ, പൊട്ടിയിരിക്കുക. ഇത് മുളയിൽ പണിത ഇവിടെ ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ പോവേണം. അങ്ങനെ ഉച്ചതിരിഞ്ഞ് യാത്രയെല്ലാം അവസാനിച്ച് മനോഹരമായുള്ള കാഴ്ചകളൊക്കെ കണ്ട് കുറച്ചു നേരം എൻജോയ് ചെയ്തു. അപ്പം പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.